ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് വിദേശികൾക്കൊക്കെ ഇഷ്ടപ്പെടും, നമുക്ക് പിടിക്കുന്നില്ല. വന്ന വഴി മറന്നു ഗൈസ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഡേ 3 ആണ്. സോ നമ്മള് ഉള്ളത് മോണ്ടിനിഗ്രോ. സോ ഇന്നത്തെ ദിവസം ഇവിടെ ആയിരിക്കും കറങ്ങുക. ഇവിടുത്തെ ഒരു സ്മോൾ സിറ്റി ആണ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ സ്ട്രേറ്റ് ടു ദ വീഡിയോ. ഓക്കെ, സോ നമ്മൾ നിന്ന് സ്റ്റേ ആണിത്. നമ്മളെല്ലാവരും അവിടെ നിന്ന് പാക്കപ്പ് ചെയ്ത് നേരെ നമ്മൾ ബസ് ഇട്ടിരിക്കുന്നിടത്തേക്ക് നടക്കുകയാണ്. നമ്മൾക്ക് ഏകദേശം നിയർലി 3 hours ആയിരുന്നു മോണ്ടിനീഗ്രോയിലേക്കുള്ള യാത്ര. പിന്നെ നല്ലൊരു ബ്രേക്ക് എടുക്കാൻ വേണ്ടി, അതായത് നല്ലൊരു കോഫി ബ്രേക്ക് എടുക്കാൻ വേണ്ടി നമ്മൾ നല്ലൊരു സ്പോട്ടിൽ തന്നെ വണ്ടി നിർത്തി. അങ്ങനെ ഒരു ഐസ്ഡ് കോഫി വാങ്ങി ആ സ്റ്റോറിന്റെ ഉള്ളിൽ കൂടെ കുറെ നേരം ഞാൻ തേരാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. വേറെ സ്നാക്സ് എന്തെങ്കിലും കിട്ടുമോ എന്നറിയാൻ വേണ്ടിയാണ് നടന്നത്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടതൊന്നും കിട്ടാത്തോണ്ട് ഞാൻ അവിടെ നിന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങി. സൂപ്പർഡാ. എങ്ങോട്ടാ? ഇതിന് ഇത് എന്ത് ഉപയോഗിക്കണം? ഇനിയും കല്യാണം കഴിക്കണം, കൊച്ചു വേണം. കൊച്ചുകാരൻ കല്യാണം കഴിക്കണമെന്നില്ല. അല്ല, ഫസ്റ്റ് കൊച്ചു വേണം. കണ്ടന്റ് ആണോ ഇതൊക്കെ? ഇവിടെ ഉള്ളവർക്ക് കല്യാണം കഴിക്കണ്ടേ? വെക്കണ്ടേ? തരടാ. അങ്ങനെ ഞങ്ങളുടെ ഷോർട്ട് കോഫി ബ്രേക്ക് ഇവിടെ കഴിഞ്ഞു. ഇനി സ്ട്രേറ്റ് ടു മോണ്ടിനിഗ്രോ. ഇപ്പം നമ്മള് എല്ലാരും പരസ്പരം പരിചയപ്പെടാൻ വേണ്ടി, കാരണം Camera only English. so guys, we are സംഭവം എന്താന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ബസ്സിൽ കയറിയാൽ ഞങ്ങൾക്ക് ഗെയിം കളിക്കാൻ ഭയങ്കര ഉന്മേഷം. അപ്പൊ ഇന്നത്തെ ഗെയിം വേറെ ഒന്നും ആയിരുന്നില്ല, ഒരു മെമ്മറി ഗെയിം ആയിരുന്നു. എല്ലാവരും ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യും, പിന്നെ എല്ലാവരുടെയും നെയിം നമ്മൾ ഓർത്ത് പറയണം. അങ്ങനെ ഗെയിം ഒക്കെ കളിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എത്തി, മോണ്ടിനിഗ്രോ. ഞങ്ങൾ പിന്നെ മൗണ്ട് നീഗ്രോയിലെത്തിയിരിക്കുന്നു. മൗണ്ട് നീഗ്രോയിലെ മലനിരകൾ കണ്ടു ഗൈസ്. ബാക്കിലെ മലനിരകൾ എത്രമേൽ മനോഹരം, അത്രമേൽ സുന്ദരം. അതാണ് ഇവിടുത്തെ മനോഹരം. അപ്പോ നമ്മൾ കേറാൻ പോകുന്നത് മോണ്ടിനിഗ്രോയിലെ ഓൾഡ് ടൗണിന്റെ ഉള്ളിലേക്കാണ്. നമുക്ക് ഒരു മാപ്പ് ഒക്കെ തന്നു വിട്ടു. അതിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ മാപ്പ് നോക്കി വേണം കയറി പോവാൻ. അങ്ങനെ എല്ലാരും മാപ്പ് ഒക്കെ കയ്യിലെടുത്തോണ്ട് ഓൾഡ് ടൗൺ കാണാൻ അതിന്റെ ഉള്ളിലേക്ക് കയറി. നല്ല ഭംഗിയായിരുന്നു അതിന്റെ ഉള്ളിൽ കാണാൻ. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പൂച്ചകൾ അതിന്റെ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കാണാം. സോ ഒരു കാറ്റ് ലവർ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ സ്ഥലം ഇഷ്ടപ്പെടും. നമ്മൾ ഓൾഡ് ടൗണിന്റെ ഉള്ളിൽ കൂടെ കുറെ നേരം നടന്നു. അവിടെ എവിടെ തിരിഞ്ഞാലും നമുക്ക് 1-2 പൂച്ചകളെ കാണാൻ പറ്റും. ഞാൻ വന്ന വഴി മറന്നു ഗൈസ്. ഇവിടെ എവിടേക്ക് നോക്കിയാലും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ വഴികൾ. വഴി മറന്ന് പെട്ടിരിക്കുന്ന സമയത്ത് കൃത്യം ഞങ്ങളുടെ ടൂർ ഗൈഡ് വന്നു ഗൈസ്. എറിക്ക് വന്ന് രക്ഷിക്കാൻ. എന്നെ കുറ്റം പറയുന്നതാണോ? ഹലോ അല്ല, എന്നെ രക്ഷിക്കാൻ വന്നെന്ന് പറഞ്ഞതാണ്. അപ്പൊ ഇപ്പൊ ഞാൻ ഉള്ളിൽ കയറിയത് കൊട്ടോർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇതിന്റെ ഉള്ളിൽ കുറെ പൂച്ചകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ കുറച്ച് പൂച്ചകളെയൊക്കെ കണ്ടു. ഐ ലവ് ക്യാറ്റ്സ്, ബട്ട് എനിക്ക് ഓർമ്മത്തിനെ പോലും തൊടാൻ പറ്റിയില്ല. സങ്കടമായി.
ഞങ്ങൾ ബുട്വ എത്തി. ബുട്വയിൽ കുറെ ബീച്ച് ഉണ്ടെന്ന്. ഒരു ബീച്ച് പിന്നെന്താ ഓൾഡ് ടൗൺ ആ സൈഡില്, ഈ സൈഡിലേക്ക് ബീച്ച്. സോ ആദ്യം ഫുഡ് കഴിച്ചിട്ട് ബാക്കി നോക്കാം. അങ്ങനെ ഫുഡ് കഴിക്കാൻ ഞങ്ങൾ അവിടുത്തെ നല്ലൊരു റെസ്റ്റോറന്റിൽ തന്നെ കയറി. ആ സെർവ് ചെയ്യുന്ന പുള്ളിക്കാരൻ ആദ്യം ഭയങ്കര റൂഡായിട്ടാ ബിഹേവ് ചെയ്ത്. പിന്നെയല്ലേ മനസ്സിലായത് ഈ വിദേശികൾക്കൊക്കെ ഇഷ്ടപ്പെടും, നമുക്ക് പിടിക്കത്തില്ല. അതെ, ഇവിടത്തെ മീൻ കച്ചവടക്കാരൻ. ആ പ്ലേറ്റ് നിറയെ ഇരിക്കുന്ന മീനിൽ നിന്ന് ഇഷ്ടമുള്ള മീൻ ചൂസ് ചെയ്തോളാനാണ് അയാൾ പറഞ്ഞത്. അങ്ങനെ നമ്മൾ ഇഷ്ടമുള്ളത് ഒരെണ്ണം ചൂസ് ചെയ്ത് അങ്ങനെ ഫുഡൊക്കെ തട്ടി. സോ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി. ഫുഡ് കിട്ടാൻ കുറച്ച് ലേറ്റായി. അങ്ങനെ ഓൾമോസ്റ്റ് 1.5 hour ഫുഡിന്റെ അവിടെ ടൈം സ്പെൻഡ് ചെയ്യേണ്ട വന്നു. പക്ഷെ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. കടയിലെ ചേട്ടനും പൊളിയായിരുന്നു. സോ ഇപ്പൊ ഞങ്ങൾ ഓൾഡ് ടൗൺ കാണാൻ വന്നിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ ഓൾഡ് ടൗൺ. കുറെ ഷോപ്സ് ഉണ്ട്, കുറെ നല്ല നല്ല ഷോപ്സ് ഉണ്ട്. പക്ഷെ എനിക്കൊന്നും വാങ്ങാൻ പറ്റില്ല. സോ ഇവിടുത്തെ ഓൾഡ് ബീച്ചിന്റെ അങ്ങേയറ്റം ഒരു ബീച്ചാണ്. സോ നമ്മളെ ബീച്ചിന്റെ നേരെ അങ്ങനെ ബീച്ചും ഓൾഡ് ടൗണും ഒക്കെ കണ്ട് നമ്മൾ കുറച്ചു നേരം അവിടെ റെസ്റ്റ് ഒക്കെ ചെയ്തു. നല്ല കാറ്റൊക്കെ കൊണ്ട് അവിടെ കുറച്ചു നേരം ഇരുന്നു. സോ നമ്മൾ ഇവിടുത്തെ ഓൾഡ് ടൗൺ കണ്ടു, സീ ഫുഡ് ഒക്കെ കഴിച്ചു. ഇനി നമ്മൾ നേരെ ബസ് നിർത്തിയേക്കുന്ന സ്പോട്ടിലേക്ക് പോവാണ്. അവിടെ നിന്ന് നേരെ നമ്മൾ തിരിച്ച് അൽബേനിയ. ഫൈനലി ഇറ്റ്സ് ടൈം ടു ടെൽ ഗുഡ് ബൈ ടു മോണ്ടെനിഗ്രോ. സോ ഞങ്ങൾ മോണ്ടെനിഗ്രോയ്ക്ക് ഗുഡ് ബൈ പറഞ്ഞ് ഞങ്ങൾ നേരെ അൽബേനിയ പോകുന്ന വഴി ഞങ്ങൾ ഒരിടത്ത് നിർത്തി. ഞങ്ങൾ ബസ് നിർത്തിയത് ദാ ഈ ഐലൻഡ് കാണാനാ. ഈ ഐലൻഡിന് ഒരു പ്രത്യേകതയുണ്ട്. This is the most luxurious island. റെസിഡൻഷ്യൽ ഏരിയാസ് ആണ് അതിലുള്ളത് മൊത്തം. അതായത് ഏറ്റവും കൂടുതൽ പൈസയുള്ള, അതായത് റിച്ചസ്റ്റ് പീപ്പിളിന് മാത്രമുള്ള ഒരു റെസിഡൻഷ്യൽ ഐലൻഡ്. സോ ഇതായിരുന്നു നമ്മുടെ ഡേ 3. ഇനി നമ്മൾ നേരെ അൽബേനിയക്ക് ചെല്ലുന്നു. അവിടെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് ചെയ്യുന്നു. ആൻഡ് വെയിറ്റ് ഫോർ ഡേ 4. ഓക്കെ, സോ സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ബൈ. ക്യാമറയിൽ നോക്കരുത്, സ്ഥലം പോയാലും ക്യാമറ എന്ത് ചെയ്യുന്ന